അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സിമ്പിളായിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ ആദ്യം ഉരുളക്കിഴങ്ങ് ഈ ഷേപ്പിൽ മുറിച്ചെടുക്കണം. ഒരു സവാള നീളത്തിൽ മുറിക്കുക. 3 പച്ചമുളകും 8 വെളുത്തുള്ളിയും നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇനി ഒരു പാത്രത്തിൽ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇടുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാന് ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത് വെച്ച ഈ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ഓയിലിൽ തന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഓയിൽ ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഈ പാന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആദ്യമേ ഇടാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ആദ്യമേ ഇട്ടാൽ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ വിചാരിച്ച ആ സ്റ്റൈൽ കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ആ പൊട്ടറ്റോസ് നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. ഇത് ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.